ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം എന്നത് വ്യാഴാഴ്ച, നവംബർ 27, 2025. ഈ വർഷത്തെ 331 ദിവസം. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുന്നത് ആരാണ്? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുന്നത് ആരാണ്? ഇന്നത്തെ നമ്മുടെ ജീവിത രീതികൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട് എന്ന് നോക്കിയാൽ വളരെ വിരലിൽ എണ്ണാനുള്ള ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ. ബാക്കി എല്ലാവരും സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് അതിൽ ഉറച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഇന്നുള്ള ഏവരും. അവരുടെ വിചാരം അവരുടെ കഴിവുകൊണ്ടാണ് അവർ ഈ ലോകത്തിൽ വെട്ടിപ്പിടിച്ചതൊക്കെയും സാധിച്ചതെന്നാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വിചാരിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം ഇല്ലാതാക്കുവാൻ അവന് സാധിക്കും എന്നുള്ള വിവരം നാം മറക്കാതിരുന്നാൽ അത് ദൈവാനുഗ്രഹം ആയിരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരീശ്വരവാദി ആണ് എന്ന് മാത്രമല്ല, അവൻ ഈ ലോകത്തിന് ഒരു ശാപം തന്നെ ആയിരിക്കും. ഈ ലോകത്തിൽ അവൻ്റെ ജീവിതം അവസാനിക്കും. അതോടെ അവൻ്റെ എല്ലാ കാര്യങ്ങളും തീരും എന്നുള്ളതും സത്യം തന്നെ. സദൃശ്യവാക്യം 3-ാം അധ്യായം 5-ാം വാക്യം നോക്കുമ്പോൾ അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ എത്ര പേര് ആശ്രയിക്കുന്നുണ്ട്? സ്വന്തം വിവേകത്തിൽ ആണ് എല്ലാവരും ഊന്നുന്നത് എന്ന് നമുക്ക് എവർക്കും അറിയാം. 6-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളെ എല്ലാ വഴികളും അവനെ നനച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ, ചെയ്യുന്നുവെങ്കിൽ നമ്മളുടെ പാതകളെ, നമ്മളുടെ എല്ലാ തടസ്സങ്ങളെയും അവൻ മാറ്റിത്തരും എന്നുള്ളതാണ് ഈ വേദഭാഗം എഗെയിൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. നമുക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ടായിരിക്കും, ഞാൻ വളരെ ശ്രേഷ്ഠനാണ്, അറിവുള്ളവനാണ്, നല്ല ജോലിയുള്ളവനാണ്, നല്ല പൈസ ഉള്ളവനാണ്, എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. എന്നാൽ ഒരു നിമിഷം മതി ദൈവത്തിന് ഇതൊക്കെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി. ആയതിനാൽ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും അവൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി നാം നമ്മെ തന്നെ ജ്ഞാനിയായി തോന്നിക്കാതെ യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടകലുന്നവരായിരിക്കണം. 8-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, അത് നിന്റെ നാവിക്ക് ആരോഗ്യവും അസ്ഥിക്ക് തണുപ്പും ആയിരിക്കും എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ആയതിനാൽ നാം ഓരോരുത്തരും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടകലുക, അത് നിന്റെ നാവിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നു. നാം ഓരോരുത്തരും നമ്മളുടെ എന്ത് കാര്യം തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് അടിക്കടി ഉന്നതി ഉണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും സമയാസമയങ്ങളിൽ നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉദ്ബോധിപ്പിക്കുമ്പോൾ അത് ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റൊരു ചെവി കൊണ്ട് കളയാതെ നമ്മൾ അതിനെ ശരിക്കും ശ്രവിച്ച് മനസ്സിൽ ആ കന്യമറിയാമിനെ പോലെ സംഗ്രഹിച്ചു വെക്കുന്നുവെങ്കിൽ, മറക്കാതിരിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ നമുക്ക് അത് അനുഗ്രഹപ്രദമായി തീരും എന്നതിന് രണ്ട് അഭിപ്രായം നമുക്ക് ആർക്കും ഉണ്ടാകുകയില്ല. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് കൃത്യമായി നാം മനസ്സിലാക്കണം. അതായത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കുന്നത് ആരാണ്? ഒരു നല്ല വിശ്വാസിക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. രണ്ടു നേരവും പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിന് അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ആരാകുന്നുവെന്നും അവൻ്റെ ശക്തി എന്താണെന്നും അവൻ എന്ത് ചെയ്തു തരുവാൻ സാധിക്കുമെന്നും എത്ര ക്ഷമാശാലി ആണ് അവനെന്നും നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നവനാണെന്നും നമുക്ക് വേണ്ടി അവൻ ഈ ലോകത്തിലേക്ക് മനുഷ്യരൂപം എടുത്തുകൊണ്ട് വരികയും നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് മരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഞാൻ ഇനിയും
തിരികെ നിങ്ങളെ ചേർത്തുകൊള്ളുവാനായിട്ട് വരും എന്ന് പറഞ്ഞ ആ വാചകങ്ങൾ, ആ വാക്യങ്ങൾ നമ്മൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ സംഹരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മൾക്ക് ഉള്ള ആ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലും പകരത്തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.